ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കുർത്തിയുടെയും ചൂരിദാറിൻ്റെയും ഒക്കെ നമ്മുടെ നെക്ക് ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഈസിയായി തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് ഇന്ന് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യം നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ നെക്കിൻ്റെ അകലം നമ്മൾ 3 ഇഞ്ച് 6 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 3 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, നമ്മളിവിടെ ടോട്ടൽ 5.5 ഇഞ്ചാണ് ഇവിടെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി സാധാരണ നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് തുന്നത്തുണി വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ്. എന്നാൽ നമ്മൾ ഈ ഒരു കട്ടിങ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മാർക്ക് നമ്മൾ എത്രയാണോ നമുക്ക് അകലം നമുക്ക് ആവശ്യം ആ അകലത്തിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. കേട്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മുടെ നീളത്തിലുള്ള കരഭാഗമാണ്. ഇത് നമ്മുടെ വിലങ്ങനെയുള്ള ഭാഗമാണ്. കേട്ടോ, നമ്മൾ ഇവിടെ വിലങ്ങനെയോ നീളത്തിലോ ഒന്നും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെ ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എപ്പോഴും തുണി നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇവിടെ നിന്ന് ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു തുണിയുടെ വീതി കണ്ടോ, നമ്മളിത് നല്ല ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു തുണിയുടെ വീതി നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കേട്ടോ, 1.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി വെക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തുണിയെ നമ്മൾ ആദ്യം നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക. പകുതിയായി മടക്കി വെച്ച് ആ ഒരു മടക്കിയിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് 2 സൈഡിൽ നിന്നും ഒരുപോലെ ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതുപോലെ അയൺ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുന്നു. അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ ആദ്യം മടക്കിയ ആ ഒരു മടക്കിൽ കൂടി ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്കിത് തയ്ക്കാം. ഇപ്പം നമ്മുടെ ചൂരിദാറിൻ്റെ ഒക്കെ കഴുത്തിൻ്റെ തയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നല്ല വശം നമ്മുടെ തുണിയുടെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ചുകൊണ്ട് കണ്ടോ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു മടക്കിയിട്ടുള്ള നേരെ പകുതിയായി മടക്കിയിട്ടുള്ള ആ ഒരു മടക്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു കഴുത്തിൻ്റെ തുണിയിൽ നമ്മുടെ ഈ ഒരു ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് പരമാവധി കയറ്റി വെക്കുക. നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ ആ ഒരു മടക്കിയിട്ടുള്ള നേരെ പകുതിയായി മടക്കിയിട്ടുള്ള ആ ഒരു മാർക്ക് വരെ ടച്ച് ആവുന്ന രീതിയിൽ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് കയറ്റി വെച്ച് കൊടുക്കുക. വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടില്ല. ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് നമുക്കിതൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്ത് കണ്ടോ കറക്റ്റായിട്ട് നമ്മളതൊന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും. കണ്ടോ, ഇതുപോലെ വെച്ച് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ കണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കും. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് തയ്ച്ചാൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ നമുക്ക് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്കിത് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് കറക്റ്റ് സൈഡിൽ കൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകലം നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് കണ്ടോ ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് വലിക്കുകയൊന്നും ചുരുക്കി കൊടുക്കുകയൊന്നും ചെയ്യാതെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് തയ്ക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും